2019 മുമ്പ് 6 തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ ആധിപത്യത്തോടെ LDF ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ കഴിഞ്ഞ തവണ മറ്റു പല മണ്ഡലങ്ങളെയും പോലെ പാലക്കാടും അവർ കടിതെറ്റി. BJPയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തി. ത്രികോണ മത്സരത്തോട് അടുക്കുന്ന പോരാട്ടത്തിന് ഇത്തവണ പാലക്കാട് വേദിയാവും. വേനൽ ചൂടിന് പേരുകേട്ട പാലക്കാട് ജില്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് ചൂടുകൂടെ വരികയാണ്. കരിമ്പനകളുടെ നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് എങ്ങോട്ട് വീശുമെന്നുള്ളത് ഒന്ന് നോക്കാം. 1975 മുതൽ തുടങ്ങുന്നതാണ് പാലക്കാട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം. അന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ പലകുറി ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതിയിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. പല ഘടകങ്ങളാണ് പാലക്കാട് ജില്ലയിൽ വിധി എഴുതുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ വിധി എഴുതുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. 3 പാർട്ടികളുടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനായിരിക്കും പാലക്കാട് ലോക്സഭാ മണ്ഡലം വേദിയാവുക. 6 തവണ LDF തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണിത്. ഇടതുകോട്ട എന്ന് വിശേഷണമുണ്ടായിരുന്ന പാലക്കാടിനെ തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളാണ് LDFൽ നടക്കുന്നത്. ഇതിനായി സീനിയർ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. A വിജയരാഘവന്റെയും M സ്വരാജിന്റെയും പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. യുവരക്തങ്ങളായ നിതിൻ കണിച്ചേരിന്റെയും PA ഗോകുൽദാസിന്റെയും പേരുകൾ മറുവശത്തും കേൾക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാടുള്ളത്. അതുപോലെ തന്നെ BJPക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് പാലക്കാട്. കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി C കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ നല്ല നിലയിൽ വോട്ട് നേടാൻ സാധിച്ചതും BJPക്ക് പാലക്കാട് കാര്യമായ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും BJPക്ക് വേണ്ടി മറ്റു പേരുകളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. C കൃഷ്ണകുമാർ തന്നെ മത്സര രംഗത്തേക്ക് എത്തിയേക്കും. LDFന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ UDFന് വേണ്ടി അവരിൽ നിന്നും പിടിച്ചെടുത്തത് VK ശ്രീകണ്ഠനാണ്. ഇത്തവണയും അദ്ദേഹം തന്നെ മത്സര രംഗത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. VK ശ്രീകണ്ഠന്റെ പേര് തന്നെയാണ് UDF പാളയത്തിൽ മുഴങ്ങിക്കേൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പേര് ചുവരെഴുത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ഈ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിക്കുന്നു. പല ഘടകങ്ങളും സ്വാധീനിക്കുന്ന പാലക്കാടിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായിരിക്കും. തെരഞ്ഞെടുപ്പ് ചൂട് അടുക്കും തോറും മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി 3 പാർട്ടികളും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിനായിരിക്കും ഈ മണ്ഡലം സാക്ഷിയാവുക.